IPL-ൽ മിന്നും പ്രകടനം കാഴ്ചവയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സഞ്ജു സാംസൺ. മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയും സഞ്ജുവും മൈതാനത്ത് ഒരുമിച്ച് കളിക്കുന്നതിന്റെ ആവേശവും ആരാധകർക്കുണ്ട്. ഇപ്പോഴിതാ ചെന്നൈയുടെ പരിശീലന ക്യാമ്പിൽ വെച്ച് സഞ്ജുവും ധോണിയും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മൈതാനത്തിരുന്നുകൊണ്ട് പരസ്പരം സംസാരിക്കുന്ന മലയാളി താരവും ധോണിയുമാണ് വീഡിയോയിൽ. ധോണിയുടെ വാക്കുകൾ കേട്ട് സഞ്ജു സാംസൺ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നതും കാണാം. ചെന്നൈ സൂപ്പർ കിങ്സ് ഒഫീഷ്യൽ എക്സ് ഹാൻഡിലിൽ ഇത് പങ്കുവച്ചിട്ടുമുണ്ട്. ഇരുവരും എന്താണ് സംസാരിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും ആരാധകർക്കിടയിൽ ഇത് വൈറലാണ്. ഒട്ടേറെ പേർ കമന്റുകളുമായി രംഗത്തെത്തി. തലയും ചേട്ടനും എന്ന് വിശേഷിപ്പിച്ചാണ് ഒട്ടുമിക്കവരും വീഡിയോ ഏറ്റെടുത്തത്. MS ധോണിയുമായി നല്ല ബന്ധമാണുള്ളതെന്ന് സഞ്ജു നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട്. മുൻപും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ടീമിന്റെ ഭാഗമായി 2 മാസത്തോളം ഒരുമിച്ച് കളിക്കാൻ പോകുന്നത് ആദ്യമായാണ്. ധോണിയിൽ നിന്ന് ഏറെ പഠിക്കാനുണ്ട്. തലയും വാലും ആകാനില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്, സഞ്ജു പറഞ്ഞു. മാർച്ച് 30-ന് ഗുവാഹത്തിയിലാണ് IPL-ലെ ചെന്നൈയുടെ ആദ്യ മത്സരം. രാജസ്ഥാനാണ് എതിരാളികൾ. മുൻ ടീമിനെതിരെ സഞ്ജു കളിക്കാനിറങ്ങുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. രാജസ്ഥാൻ റോയൽസിൽ നിന്നുള്ള സഞ്ജു സാംസണിന്റെ വരവ് ടീമിന് പുതിയ ഊർജം നൽകിയിട്ടുണ്ടെങ്കിലും കിരീടം തിരിച്ചു പിടിക്കാൻ സഞ്ജുവിന്റെ പ്രകടനം മാത്രം പോരാ എന്ന് മാനേജ്മെന്റിന് നന്നായി അറിയാം. സഞ്ജുവിനെ കൂടാതെ ചെന്നൈ നിരയിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ പ്രകടനങ്ങൾ ആരിൽ നിന്നെല്ലാം ഉണ്ടാകാൻ പോകുന്നത് എന്ന ചർച്ചകൾ സജീവമാണ്. നിരാശാജനകമായ 2025 സീസണിലെ മുറിവുകൾ ഉണക്കാൻ ചെന്നൈ നിരയെ സഹായിക്കുക ഏതെല്ലാം താരങ്ങളായിരിക്കും? അത്തരത്തിൽ ക്രിക്കറ്റ് അനലിസ്റ്റുകൾ ഒന്നടങ്കം പറയുന്ന 3 താരങ്ങളുടെ പേരുകൾ ഇതെല്ലാമാണ്. ആദ്യത്തെയാൾ സർഫറാസ് ഖാനാണ്. കഴിഞ്ഞ ആഭ്യന്തര സീസണിൽ തകർപ്പൻ ഫോമിലായിരുന്നു സർഫറാസ് ഖാൻ. മികച്ച പ്രതിരോധത്തിനും സാങ്കേതിക മികവിനും പേരുകേട്ട ഇന്ത്യക്കായി ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സർഫറാസ് മുംബൈക്കായി അതിവേഗത്തിൽ റൺസ് സ്കോർ ചെയ്യാൻ തുടങ്ങിയത് ഏവരെയും അത്ഭുതപ്പെടുത്തി. സർഫറാസിന്റെ ഈ മാറ്റം അപ്രതീക്ഷിതവും ആഘാതമേറിയതുമായിരുന്നു. IPL 2026-ലും ഇതേ ഫോം തുടരാനായാൽ അത് ചെന്നൈക്ക് എതിരാളികൾക്ക് മേൽ വലിയ മുൻതൂക്കം നൽകും. കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ ആകെ 9 മത്സരങ്ങളാണ് സർഫറാസ് കളിച്ചത്. അതിൽ നിന്നും 75 സ്ട്രൈക്ക് റേറ്റിൽ 425 റൺസ് അദ്ദേഹം നേടി. വിജയ് ഹസാരെ ട്രോഫിയിൽ 5 മത്സരങ്ങളിൽ 303 റൺസും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 7 മത്സരങ്ങളിൽ നിന്ന് 329 റൺസും സർഫറാസ് നേടി. വിജയ് ഹസാരയിൽ 190ഉം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 203ഉമാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. രണ്ടാമത്തെയാൾ ആയുഷ് മാത്രയാണ്. വരാനിരിക്കുന്ന IPL സീസണിൽ ടീമിന്റെ ട്രംപ് കാർഡായി പ്രവർത്തിക്കാൻ ഈ യുവതാരത്തിന് സാധിക്കും. ICC Under-19 ലോകകപ്പ് കിരീടത്തിലേക്ക് ഇന്ത്യയെ നയിച്ച ഈ ടോപ്പ് ഓർഡർ ബാറ്റർക്ക് അതിവേഗത്തിൽ വലിയ സ്കോറുകൾ നേടാൻ ശേഷിയുണ്ട്. കഴിഞ്ഞ വർഷം പരിക്കേറ്റ ഋതുരാജ് ഗെയ്ക്വാദിന് പകരക്കാരനായി ടീമിലെത്തിയ ഈ 18-കാരൻ തന്റെ ബാറ്റിംഗ് മികവ് തെളിയിക്കാൻ അധിക സമയമെടുത്തില്ല. തന്റെ അരങ്ങേറ്റ IPL സീസണിൽ 7 മത്സരങ്ങളിൽ നിന്ന് 34.28 ശരാശരിയിലും 188.97 സ്ട്രൈക്ക് റേറ്റിലും 240 റൺസാണ് ആയുഷ് നേടിയത്. മൂന്നാമത്തെയാൾ ശിവം ദുബെയാണ്. 2026 T20 ലോകകപ്പിൽ ടീം ഇന്ത്യയുടെ വിജയത്തിന് പിന്നിലെ അദൃശ്യനായ നായകനായിരുന്നു ഈ സീം ബൗളിംഗ് ഓൾറൗണ്ടർ. കഴിഞ്ഞ 4 വർഷത്തിലേറെയായി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായ ദുബൈക്ക് ടീമിന്റെ അന്തരീക്ഷം നന്നായി അറിയാം. ഏത് സാഹചര്യത്തിലും കളി മാറ്റാൻ ശേഷിയുള്ള താരമാണ് അദ്ദേഹം. കഴിഞ്ഞ സീസണിൽ ചെന്നൈക്കായി 14 മത്സരങ്ങളിൽ നിന്ന് 132.22 സ്ട്രൈക്ക് റേറ്റിൽ 387 റൺസ് അദ്ദേഹം നേടിയിരുന്നു. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിലെ ബൗളറെ അധികം ഉപയോഗിച്ചിരുന്നില്ലെങ്കിലും 2026 T20 ലോകകപ്പിലെ നിർണായക മത്സരങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്തിയ ദുബെയുടെ ബൗളിംഗിലും ഇത്തവണ മാനേജ്മെന്റിന് കൂടുതൽ വിശ്വാസമർപ്പിക്കാം.